അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ്ലി സ്വദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ നബി ചരിത്രത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം മുതൽ പ്രവാചകത്വം വരെ എന്നുള്ള അധ്യായമാണ്. കഴിഞ്ഞ അധ്യായം ജനനം, ബാല്യം, വിവാഹം എന്ന അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 6-ാമത്തെ വയസ്സിൽ മാതാവ് മരണമടയുന്നു. 8-ാമത്തെ വയസ്സിൽ ഉപ്പൂപ്പയായ അബ്ദുൽ മുത്തലിബ് മരണമടയുന്നു. അതിനുശേഷം പിതൃ സഹോദരനായ അബൂ ത്വാലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണം നൽകിയിരുന്നത്. 12-ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബിനോടൊപ്പം കച്ചവടയാത്ര പോയതിനെക്കുറിച്ചും ഫിജാർ യുദ്ധത്തെക്കുറിച്ചും ഹിൽഫിൽ ഫുലൂലിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഇടയൻ എന്ന നിലയിലും കച്ചവടക്കാരൻ എന്ന നിലയിലും നമ്മൾ പരിചയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബിന്തു ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. 20 ഒട്ടകങ്ങൾ മഹറായി നൽകിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. നബിയുടെ വിവാഹ ജീവിതം വളരെ സന്തോഷപൂർണ്ണമായിരുന്നു. എന്നാൽ ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ദുഃഖത്തിൻ്റെതായ വർഷങ്ങളായിരുന്നു. ഖാസിം, അബ്ദുള്ള എന്നീ 2 പുത്രന്മാർ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, ആകാര സൗഷ്ഠതയെക്കുറിച്ചുമൊക്കെ ചരിത്ര പുസ്തകങ്ങൾ നല്ലൊരു വിശദീകരണം തന്നെ നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അസ്വാദിഖുൽ അമീൻ, സത്യസന്ധനും വിശ്വസ്തനും, ഒപ്പം വിനയം, ലാളിത്യം, നിഷ്കളങ്കത, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളായിരുന്നു. കൂടാതെ അദ്ദേഹം ധാരാളം സംസാരിക്കുന്നൊരു വ്യക്തിയായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും വളരെ ഗൗരവപൂർണമായൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്ന്. എന്നാൽ തമാശകളൊക്കെ പറയുകയും തമാശകൾ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം കോപപ്രകടനം ഇഷ്ടപ്പെട്ടിരുന്നില്ല. കോപം വന്നാൽ അത് നിയന്ത്രിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരോടൊപ്പം ഒരു പൊതുജീവിതം നയിക്കുന്നതിൽ നിന്നും വിട്ടുമാറി നിന്നിരുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കഅബയുടെ പുനർനിർമ്മാണ വേളയിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, കഅബ സ്ഥിതി ചെയ്തിരുന്നത് ഒരു താഴ്വാരത്തിലാണ്. ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിലായിരുന്നില്ല. ചുറ്റും വലിയ വലിയ കെട്ടിടങ്ങളായിരുന്നില്ല. പകരം കഅബ സ്ഥിതി ചെയ്യുന്ന താഴ്വാരത്തിന് ചുറ്റും വലിയ കുന്നുകളായിരുന്നു. ഒരിക്കൽ മഴ പെയ്യുന്ന സമയത്ത് ഈ കുന്നുകളിൽ നിന്നും വെള്ളം ശക്തിയായി ഒഴുകി വരികയും അതിനെ തുടർന്ന് കഅബയുടെ ചുവരുകൾക്ക് കേടുപറ്റുകയും ചെയ്യുകയുണ്ടായി. അന്ന് കഅബയ്ക്ക് മേൽക്കൂരയില്ലായിരുന്നു. ഖുറൈശികൾക്ക് ഇത് പുതുക്കി പണിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിനുള്ളിലുള്ള വിഗ്രഹങ്ങൾ കോപിക്കും എന്നുള്ള ഭയത്താൽ അതിൽ നിന്നും അവർ വിട്ടു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഅബയുടെ ചുവരുകൾക്ക് കേടുപറ്റിയിരിക്കുകയാണ്. അപ്പോൾ പുതുക്കി പണിയാതെ ഒരു രക്ഷയുമില്ല എന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഈജിപ്തിൽ നിന്നും വന്ന ഒരു കപ്പൽ ജിദ്ദ കടപ്പുറത്ത് അടിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഇവർക്ക് ലഭിക്കുന്നത്. ആ കപ്പലിൻ്റെ ഉടമ ഒരു റോമക്കാരനായ കച്ചവടക്കാരനായിരുന്നു. അയാൾ ഒരു കച്ചവടക്കാരൻ മാത്രമായിരുന്നില്ല, ഒരു തച്ചു വിദഗ്ധൻ കൂടിയായിരുന്നു. അയാളുടെ പേര് പാക്കോമിയസ് എന്നായിരുന്നു. അങ്ങനെ ഖുറൈശികളിൽപ്പെട്ട വലിയൊരു സംഘം വലീദ് ബിൻ മുഗീറ എന്ന ആളുടെ നേതൃത്വത്തിൽ ജിദ്ദയിലേക്ക് പോവുകയാണ്. ഈ വലീദ് ബിൻ മുഗീറ ഒരു ഖുറൈശി പ്രമുഖനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യപ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ എതിർക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വലീദ് ബിൻ മുഗീറ. ഇനിയും ഈ ചരിത്രത്തിൽ പലയിടങ്ങളിലും ഈ വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആ സംഘം ജിദ്ദ കടപ്പുറത്തെത്തുകയും പാക്കോമിയസിനെയും കൂട്ടി മടങ്ങി വരികയാണ്. കഅബയുടെ 4 ഭാഗങ്ങൾ പൊളിക്കുന്ന ചുമതല 4 ഗോത്രങ്ങൾക്കായി വീതിച്ച് നൽകുകയാണ്. എന്നാൽ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. കാരണം ഭയമാണ്. ദൈവങ്ങൾ കോപിക്കുമോ എന്നുള്ള ഭയം. ഒടുവിൽ വലീദ് ബിൻ മുഗീറ തന്നെ മുന്നോട്ട് വന്നു. വിഗ്രഹങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് യമനി ഭാഗം, റുക്കുനിൽ യമനി സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗം പൊളിക്കാൻ ആരംഭിച്ചു. ആളുകളൊക്കെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. ഈ വ്യക്തിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വൈകുന്നേരം വരെയായിട്ടും ഒരു കുഴപ്പവുമില്ല. പിറ്റേ ദിവസം രാവിലെ ഇയാൾ ആരോഗ്യത്തോടു കൂടി നടന്നു വരുന്നത് കണ്ടപ്പോഴാണ് ആളുകൾക്ക് സമാധാനമായത്.
അങ്ങനെ എല്ലാവരും ചേർന്ന് കഅബ പൊളിക്കാൻ ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതിൽ ചേർന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവർ ചുവരുകളെല്ലാം പൊളിച്ചു. അടിത്തറ ഒരു പച്ച കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കല്ലുകൾ കുത്തിയിളക്കാൻ നോക്കിയിട്ട് അത് ഇളകുന്നില്ല. അങ്ങനെ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവർ കഅബയുടെ ചുവരുകൾ കെട്ടിപ്പൊക്കാൻ ആരംഭിച്ചത്. ഈ ചുവരുകൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി കുന്നുകളിൽ നിന്നും കൊണ്ടുവന്ന നീല നിറത്തിലുള്ള പാറയാണ് ഉപയോഗിച്ചത്. അങ്ങനെ നിർമ്മാണം ഒരാളിൻ്റെ അത്ര ഉയരത്തിൽ പൊങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ടത്. അപ്പോഴേക്കും ഖുറൈശികളുടെ ഇടയിൽ തർക്കം തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുറൈശി എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിൻ്റെ പേരാണ്. ആ ഗോത്രത്തിൽ തന്നെ നിരവധി കുടുംബങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഹാഷിം കുടുംബമാണ്. അതുപോലെ തന്നെ അബ്ദുദ്ദാറുണ്ട്, അദീയുണ്ട്, ഉമവി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി കുടുംബങ്ങൾ ആ ഖുറൈശി ഗോത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ട സമയമായപ്പോൾ ഈ കുടുംബങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരികയാണ്. ഹജറുൽ അസ്വദ് സ്ഥാപിക്കാനുള്ള കൂടുതൽ യോഗ്യത ഞങ്ങൾക്കാണുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് സ്ഥാപിക്കും. അബ്ദുദ്ദാർ വംശം എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേ രക്തം ഒരു പാത്രത്തിൽ നിറച്ചിട്ട് അതിൽ കൈമുക്കി അവർ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ ഒരു അവകാശം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ ഇവർക്ക് രക്തക്കൊതിയർ എന്നൊരു പേര് തന്നെ വീഴുകയുണ്ടായി. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു തർക്കം ഒരു യുദ്ധത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അബൂ ഉമയ്യ എന്ന് പറയുന്ന ഒരു വൃദ്ധൻ, ഖുറൈശികൾപ്പെട്ട ഒരു വൃദ്ധനാണ് ഇദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. ഈ സൊഫ കുന്നിൻ്റെ ഭാഗത്തുകൂടി ആരാണോ ആദ്യം കടന്നു വരുന്നത് ആ വ്യക്തിയെ നമ്മൾക്ക് മധ്യസ്ഥനായി നിശ്ചയിക്കാം. അങ്ങനെ അവരെല്ലാവരും അത് അംഗീകരിച്ചു. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് ആരായിരിക്കും ആദ്യം കടന്നു വരുന്നത്. അപ്പോൾ കടന്നു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. സ്വാദിഖുൽ അമീനാണല്ലോ അദ്ദേഹം. എല്ലാവർക്കും സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടു. കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. ആ തുണിയുടെ നടുക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. എന്നിട്ട് ഖുറൈശി പ്രമുഖരെയൊക്കെ വിളിച്ചിട്ട് തുണിയുടെ 4 ഭാഗത്തും പിടിച്ചു പൊക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് പൊക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കരങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് വെക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടിയിരുന്ന ഒരു വലിയൊരു തർക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ട് സമാധാനത്തോടുകൂടി തീർപ്പ് കൽപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ വീണ്ടും അതിൻ്റെ ബാക്കി ഭാഗം പൊക്കി കെട്ടിത്തുടങ്ങി. കഅബയുടെ വാതിൽ സ്ഥാപിച്ചത് കുറച്ചൊരു ഉയരത്തിലാണ്. കാരണം ഈ കഅബയ്ക്കുള്ളിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെയുണ്ട്. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വാതിൽ അത്രയും ഉയരത്തിൽ സ്ഥാപിച്ചത്. ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖിൻ്റെ അഭിപ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 35 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ഈ കഅബയുടെ കൂടെയുള്ള ഒരു ഭാഗമുണ്ട്, ഹിജർ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന ആ ഭാഗം. നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ അതും കൂടി ചുറ്റിയാണ് പോകുന്നത്. അതും യഥാർത്ഥത്തിൽ കഅബയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ പുനർനിർമ്മാണ വേളയിൽ ഈ ഖുറൈശികൾ ആ ഒരു ഭാഗം കെട്ടാതെ ഒഴിച്ചുവിടുകയാണ് ചെയ്തത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹലാലായ പണം അതിന് തികഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം അവർ പുനർനിർമ്മിക്കാതെ ഒഴിച്ചുവിട്ടത്. അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം പൂർത്തിയായി. അവർ അവരുടെ വിഗ്രഹങ്ങളൊക്കെ വീണ്ടും അതിനുള്ളിൽ സ്ഥാപിച്ചു. അന്നും ധാരാളം തീർത്ഥാടകർ മക്കയിലേക്ക് വരുന്നുണ്ട്. ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മക്കക്കാരെല്ലാവരും ഈ വിഗ്രഹങ്ങളെയൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിലും കുറച്ചു പേർ ഇതിനെ എതിർത്തിരുന്നു. സ്വതന്ത്രമായ ചിന്താഗതി ഉണ്ടായിരുന്ന കുറച്ചു പേരുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. ഇദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃ സഹോദര പുത്രനാണ്. ഈ കഅബയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിഗ്രഹത്തിൻ്റെ പേരാണ് ഉസ്സ. ഈ ഉസ്സയുടെ പേരിൽ ഒരു ഉത്സവം നടക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ഉപകരിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു ശിലയെയും ഞാനിനി പ്രദക്ഷിണം ചെയ്യുകയില്ല. അതിനുശേഷം അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയുണ്ടായി. ഇഞ്ചീലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അദ്ദേഹം അറബിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. ഈ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.